ആചാര്യ ടി വി ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജ്യോതിഷ വിഷയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പറയുന്ന ജ്യോതിഷ വിഷയം ആരെയും ആകർഷിക്കുന്ന ചില നക്ഷത്രക്കാർ. അങ്ങനെയുണ്ട്, ആരെയും ആകർഷിക്കുന്ന ചില നക്ഷത്രക്കാർ. ചില നക്ഷത്രക്കാർ അങ്ങനെയാണ്, അവരെ പെട്ടെന്ന് ആകർഷിക്കും. പലർക്കും അവരെ ആ ഒരു ഇതുണ്ടാവും, ആകർഷണത ഉണ്ടാവും. അപ്പൊ ചോദിക്കും, മറ്റ് നക്ഷത്രക്കാർക്കില്ലേ ഇതെന്ന് ചോദിക്കും. എല്ലാ നക്ഷത്രക്കാർക്കും അതിൻ്റെതായ ഗുണങ്ങളും ഉണ്ടാവും, ദോഷങ്ങളും ഉണ്ടാവും, ഇല്ലേ? എല്ലാ നക്ഷത്രക്കാർക്കും ഉണ്ടാവും ഗുണങ്ങൾ, എല്ലാ നക്ഷത്രക്കാർക്കും ഗുണവും ദോഷങ്ങളും ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ചില നക്ഷത്രക്കാർക്ക് ഇത്തിരി പ്രത്യേകമായിട്ട് ചില കാര്യങ്ങൾ ഉണ്ടാവും. അത് അവരുടെ ഗുണമാണ്. ഗുണം എന്ന് പറഞ്ഞാൽ അവരുടെ മുൻജന്മ കർമ്മത്തിലെ പുണ്യപാപ ഫലങ്ങളാണ് ഈ ജന്മത്തിൽ അവർ ആ സമയത്ത് ആ നക്ഷത്രത്തിലൊക്കെ വന്ന് ജനിക്കുന്നത്. അതുകൊണ്ടാണ് അവർ മുൻജന്മ പുണ്യമായിട്ട് അതിനെ കാണണം. അപ്പൊ ചില നക്ഷത്രക്കാർക്ക് ആകർഷണത ഉണ്ടാകും, അവർ ആരെയും ആകർഷിക്കും. അവരെ ഒരു പ്രാവശ്യം കണ്ടാൽ മതി, പിന്നെ ആരും മറക്കില്ല. അങ്ങനെ ചില ആൾക്കാരുണ്ട്. ചില സ്ഥലത്ത് നമ്മൾ ചില ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് അവരോട് ഒരു ആകർഷണത തോന്നും, അല്ലെങ്കിൽ അവരെ നമ്മൊന്ന് ശ്രദ്ധിക്കും. അതുപോലെ അവരും ചിലപ്പോൾ നമ്മളെ ശ്രദ്ധിച്ചെന്ന് വരും, ഇല്ലേ? അവരെ ചിലപ്പോൾ നമ്മൾക്ക് വീണ്ടും ചിലപ്പോൾ കണ്ടുമുട്ടാൻ സാധിച്ചെന്ന് വരില്ല. എന്നിരുന്നാലും ചിലപ്പോൾ അവരെ നമുക്ക് പിന്നീട് മറക്കാൻ സാധിച്ചെന്നും വരില്ല. അങ്ങനെ ചില ആൾക്കാരുണ്ട്. അത് ചില നക്ഷത്രങ്ങൾ തമ്മിലുള്ള യോജിപ്പാണത്. ചില നക്ഷത്രങ്ങൾ തമ്മിലുള്ള യോജിപ്പാണ്. അപ്പൊ ആ നക്ഷത്രങ്ങൾ തമ്മിൽ ആകർഷിക്കും. ചില നക്ഷത്രങ്ങൾ തമ്മിൽ വേദം ഉണ്ടെങ്കിലുണ്ടല്ലോ തുളക്കും, എതിരാകും. വേദം ഉണ്ടെങ്കിൽ എതിരാകും. എന്നാൽ അനുകൂലമാണ് ചില നക്ഷത്രങ്ങൾ. അവരാണ് എല്ലാവരും ഇത്. അത് അവരുടെ പ്രവൃത്തി ഗുണമായിരിക്കും. മനസ്സിലായ? മുൻജന്മ കർമ്മങ്ങളുടെ ഫലമായിട്ടുള്ള അവരുടെ പ്രവൃത്തി ഗുണം കൊണ്ട് നോക്കും, അല്ലെങ്കിൽ അവരുടെ സംഭാഷണം കൊണ്ടായിരിക്കും, അല്ലേ? ചിലവര് നല്ല സംഭാഷണ പ്രിയരായിരിക്കും. അപ്പൊ അവരെ സംഭാഷണം കേട്ടാൽ പെട്ടെന്ന് നമുക്ക് അവർക്ക് ഒരു ആകർഷണത വരും, ഇല്ലേ? സംഭാഷണ പ്രിയരായിരിക്കും ചിലവര്. നല്ല പോലെ വാക്സാമർത്ഥ്യമോ അതേപോലെയൊക്കെ നല്ല സൗമ്യതയോടുകൂടിയോ അല്ലെങ്കിൽ അതേപോലെ തന്നെ വാഗ്ധോരണി തന്നെ ഉണ്ടായിരുന്നു വരും അവരുടെ ശബ്ദത്തിൽ. അപ്പോൾ വാഗ്ധോരണിയായിട്ട് സംസാരിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അവർക്ക് കഴിയുന്ന ചില നക്ഷത്രക്കാരുണ്ട്. വാചാലതയുള്ള ആൾക്കാരുണ്ട് ചിലവര്. നല്ല വക്കീല്, അധ്യാപകൻ, അതേപോലെ തന്നെ മറ്റ് പ്രഭാഷകൻ, ഇല്ലേ? പിന്നെ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ബുധന്റെ കാരകത്തുള്ളവരായിരിക്കും. ബുധൻ വാക്കിന്റെ ആളാണ്, പ്രവൃത്തിയുടെ കാരകനാണ് ബുധനെ. അപ്പോ ഈ ബുധന്റെ കാരകത്വമൊക്കെ ഉള്ള നക്ഷത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ പെട്ടെന്ന് മറ്റുള്ളവരെ ആകർഷിക്കും. അപ്പൊ അങ്ങനെയുള്ള നക്ഷത്രങ്ങൾ ഏതാണെന്ന് നോക്കാം. എപ്പോഴും പ്രസന്നതയും സന്തോഷവും ഉള്ളവരായിരിക്കും നക്ഷത്രക്കാർ. ഈ പെട്ടെന്ന് മറ്റുള്ളവരെ ആകർഷിക്കുന്ന ചില നക്ഷത്രക്കാരുണ്ട്. എപ്പോഴും അവർക്ക് പ്രസന്നതയും സന്തോഷവും ഒക്കെ അവരുടെ മുഖത്ത് നിഴലിച്ച് കാണും. ആർക്കും സഹായങ്ങൾ ചെയ്യും ഈ നക്ഷത്രക്കാർ. എല്ലാവരെയും സഹായിക്കും. അവർക്ക് ആരെയും സഹായിക്കണമെന്നുള്ള ഒരു സൗമനസ്യം അവർക്ക് ഉണ്ടാകുന്നു വരും. അപ്പൊ അങ്ങനെയുള്ള ചില നക്ഷത്രക്കാർ. ആ നക്ഷത്രക്കാരാരാണെന്ന് അറിയണ്ടേ? ആ നക്ഷത്രക്കാരാണ് ഈ രേവതി, അശ്വതി, ഉത്രട്ടാതി. രേവതി, അശ്വതി, ഉത്രട്ടാതി, രോഹിണി, പൂരുരുട്ടാതി, തിരുവോണം, ഉത്രാടം, വിശാഖം, ചിത്തിര, ഉത്രം, കാർത്തിക, മകം, ആയില്യം, പൂയം. ഈ നക്ഷത്രങ്ങൾ, അതായത് രേവതി, അശ്വതി, ഉത്രട്ടാതി, രോഹിണി, പൂരുരുട്ടാതി, തിരുവോണം, ഉത്രാടം, വിശാഖം, ചിത്തിര, ഉത്രം, കാർത്തിക, മകം, ആയില്യം, പൂയം. ഇങ്ങനെയുള്ള നക്ഷത്രക്കാർ. അപ്പൊ ചോദിക്കും, മറ്റു നക്ഷത്രക്കാർക്ക് ഈ പറഞ്ഞൊന്നുമില്ലെന്ന് ചോദിക്കും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചില നക്ഷത്രങ്ങളിൽ വന്ന് ജനിക്കും. അത് അവരെ മുൻജന്മ പുണ്യങ്ങളുടെ ഫലമായിട്ടാണ്. അപ്പൊ ഇങ്ങനെയുള്ള നക്ഷത്രക്കാർ മിക്കവരെയും പെട്ടെന്ന് ആകർഷിക്കാൻ സാധിക്കുന്നവരാണ്. ഒന്നില്ലെങ്കിൽ അവരുടെ സംഭാഷണം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തിയുടെ ഗുണം കൊണ്ടായിരിക്കും. അങ്ങനെയുള്ള ചില ആകർഷണതകൾ അവരിലുണ്ടാവും. ഇവരാണ് ആ നക്ഷത്രക്കാർ.
ഇവരെ ഇങ്ങനെയുള്ള സവിശേഷതയുള്ളവരാണ്. ഇവരെ നമ്മളൊന്ന് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഇവരെ നമ്മൾ മറക്കില്ല, ഈ നക്ഷത്രക്കാരെ. അതുപോലെ നല്ല വസ്ത്രധാരണവും അഴകും മുഖകാന്തിയും ഇവരുടെ പ്രത്യേകത ആയിരിക്കും. നല്ല വസ്ത്രധാരണം ചെയ്യും, അഴകുണ്ടാകും, മുഖകാന്തി ഉണ്ടാകും. അങ്ങനെയൊക്കെ ഇവർക്ക് നല്ല ആകർഷണത വരുന്ന ചില സ്ഥിതിവിശേഷങ്ങൾ ഈ നക്ഷത്രക്കാരിൽ കണ്ടെന്ന് വരും. അതുകൊണ്ട് ഇങ്ങനെയുള്ള നക്ഷത്രക്കാർ ആരെയും ആകർഷിക്കുന്ന ഒരു നക്ഷത്രക്കാരാണ്. ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. ഹിന്ദു ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അടിസ്ഥാനമാക്കിയുള്ള കൂടുതൽ വീഡിയോകൾ കാണുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.